ഹലോ ഗൈസ്, ഞാൻ കോഴിക്കോട് പോയതിൻ്റെ ഊട്ടി പോയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്സ് ഒന്നും ഞാൻ ഇടാൻ പറ്റിയില്ല. കാരണം എനിക്ക് എല്ലാം കൂടെ ആയിട്ട് എങ്ങനെ ഇടണമെന്ന് ഒന്നും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തായാലും ബാക്കി വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. എനിക്കൊരു ഗ്യാപ്രോയുടെ സ്പീക്കറുണ്ട്. ഇത് ഓണാക്കുമ്പോഴേ എന്താ പറയുക, അനാമിക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എനിക്കിത് വോയിസ് ഓവർ ഇല്ലാതെ ഇടണം എന്നായിരുന്നു ആദ്യമേ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വോയിസ് ഓവർ ചെയ്തൊക്കെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ. പിന്നെ ചേച്ചിനെ കാണാനാണ് പോയത് ഞങ്ങൾ മെയിനായിട്ട് കോഴിക്കോടത്തേക്ക്. അവൾക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്, ക്രീമിങ് ഭയങ്കര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഫോക്കസ് ചെയ്ത് മുന്തിരിയിലായിട്ടായിരുന്നു. ഞാൻ ഈ പാക്ക് ചെയ്തേക്കുന്ന കേസ് ഫുള്ള് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അനിയത്തി എൻ്റെ മുന്നേ ഏറ്റവും കൂടി മുന്തിരി ഈ കിലോയ്ക്ക് 400 രൂപയുടെ മുന്തിരിയാണ് പുള്ളിക്കാരത്തി തിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരെണ്ണം കഴിച്ച് നോക്ക്, രണ്ടെണ്ണം കഴിച്ച് നോക്ക്. പക്ഷേ മൊത്തത്തിൽ കഴിച്ച് നോക്കുക, അത് എനിക്കറിയത്തില്ല ഇതെന്താന്ന്. ആ ചേട്ടനടുത്ത് കണ്ടോ എന്തോ, പുള്ളിക്കാരത്തി ഇരിക്കുന്ന രീതിയിൽ ഓരോന്ന് പോയി തിന്നുകൊണ്ടിരിക്കുക. തിന്നിട്ട് ഇറങ്ങി ഓടൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വടയൊക്കെ കഴിച്ചു. വേറൊരു കടയിൽ നിന്ന് പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ നേരെ വേറൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എന്താ വാങ്ങിച്ചത്, പെർസിമൺ വാങ്ങിച്ചു. പിന്നെ ലിച്ചി, പ്ലം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ആപ്പിൾ ഭയങ്കര മറ്റേ സ്പോഞ്ച് ആപ്പിളായിരുന്നു. അത് കൊള്ളില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ആപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിഞ്ചി ആപ്പിളാണ്. ഈ ആപ്പിൾ മറ്റേ ആ സൈഡിലിരിക്കുന്ന ആപ്പിൾ ഒരു പിങ്കി ആപ്പിൾ പോലത്തെ, അതും നല്ലതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബെറ്റർ എനിക്ക് ഈ ആപ്പിളാണ് തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചു, പേ ചെയ്തു. നേരെ സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ച് അങ്ങോട്ട് തുടർന്നു യാത്ര.